ഹലോ നമസ്കാരം. നമ്മൾ ഒരു 2 ചാക്കിനകത്തേക്ക് ഈ ചക്കയുടെ മടലുണ്ടല്ലോ, ആ ചക്ക മടലൊക്കെ അടുക്കിട്ടതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ കുറേ കരിയില നിരത്തി, കരിയിലയും പച്ചിലയും എല്ലാം കൂടി നിരത്തി റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഞാനിത് നമ്മുടെ മുകളിൽ ടെറസിലാണിത് വെക്കുന്നത്. അപ്പോൾ ഞാൻ മണ്ണും നമ്മുടെ ഈ മിക്സ്ചർ പോലുള്ള ഇതുണ്ടല്ലോ, പോട്ടിൻ മിക്സ്, അതൊക്കെ ചേർത്തിട്ട് ഞാൻ ഇളക്കി നമ്മുടെ മണ്ണും എല്ലാം കൂടി ചേർത്ത് ഇളക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ആ മണ്ണ് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് നിറയ്ക്കാം. ആ 2 ചാക്കിലും ഇട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ എൻ്റെ മണ്ണും ഇവിടുത്തെ മണ്ണും പോട്ടിൻ മിക്സും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് മറ്റേ ആ ഒരു ചാക്കിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് വളർന്ന മുളകാണ്, 2-3 എണ്ണം ഒന്നിച്ച് നിന്നതാണ്. അത് ഞാൻ പിഴുതിട്ട് വെള്ളമൊക്കെ നനച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനകത്തുനിന്ന് ഇത് ഞാൻ ടെറസിൽ നിന്ന് നട്ട പയറുകളുമൊക്കെയാണ്. പയറൊക്കെ ഇത്തിരി ഇലകളൊക്കെ വന്നതാണ്. അപ്പോൾ നമ്മൾ ടെറസിൽ മരമുണ്ട്, അപ്പോൾ അവിടോട്ട് നമുക്ക് പടർത്തി വിടാമല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ നട്ടതാണ്. അപ്പോൾ ഞാനിതിലേക്ക് മണ്ണിട്ട് കൊടുക്കുകയാണേ. ആ വളമെല്ലാം കൂടെ മിക്സായിട്ടുള്ള മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നട്ട് കൊടുക്കാം. ഇത് ചാക്കിൽ നിറയ്ക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളത്. നല്ലതായിട്ട് ടൈറ്റായിട്ട് നമ്മൾ ആ ഒരു ഇലയൊക്കെ വെച്ച് നിറച്ചിട്ട് വേണം മണ്ണിടാൻ. നല്ല ടൈറ്റായിട്ടിരിക്കണം, നന്നായിട്ട് ഞെക്കി അമർത്തി ഇത് കൊടുക്കണമെങ്കിൽ നമുക്കത് അല്ലെന്നുണ്ടെങ്കിൽ ഈ വെള്ളമൊക്കെ അങ്ങ് താഴോട്ടങ്ങ് വീണ് പോകും. നേരെ തന്നെ അങ്ങ് വീണ്. രണ്ട് മുളകിൻ്റെ തൈ വെച്ച് ഞാൻ അതിൻ്റെ മുകളിലേക്ക് നട്ടിട്ടുണ്ട്. എന്നിട്ട് അതിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം. മുളകിൻ്റെ തൈയൊക്കെ വേറെ നമുക്കവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ താഴോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒച്ചിൻ്റെ ശല്യമാണ്. നമ്മൾ നട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് ആ ഒരു ദിവസം കൊണ്ട് അത് ഫുള്ളങ്ങ് തിന്നും. അപ്പോൾ പിന്നെ അതിനെ നമ്മൾ കുമ്മായവും ഉപ്പുമൊക്കെ ഇട്ട് നശിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മുടെ കൊല്ലം ജില്ലയിൽ ഒരുപാട് ഒച്ചിൻ്റെ ശല്യമുണ്ട്. ഒരു ടൈപ്പ് വലിയ ശംഖ് പോലുള്ള ഒച്ചാണ് ഇത്. ഒരിക്കൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതായിരുന്നു. ഉപ്പൊക്കെ ഇട്ടാണ് നമ്മളതിനെ ഇതാക്കുന്നത്. പക്ഷെ എന്നാലും അതിനകത്തുനിന്ന് വീണ്ടും അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. മഴക്കാലം ആകുമ്പോഴത്തേനും ഇതെല്ലാം കൂടെ വരും. നമുക്കതിനകത്തേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ താങ്ക് യു.